John Keats, a prominent romantic writer, is often compared to profound imagination and rapid rise to fame as a poet. ജോൺ കീറ്റ്സ് എന്നാൽ ആരാണ്? ഒരു ഉത്തമനായ റൊമാൻറ്റിക് കാൽപ്പനിക കവിയാണ് ആര്? ജോൺ കീറ്റ്സ്. അദ്ദേഹത്തെ ഉപമിച്ചിരിക്കുന്നത് എന്തിനോടാണ്? അഗാധമായ സങ്കല്പത്തോടും അതിവേഗത്തിലുള്ള പ്രശസ്തിയോടും. ഒരു കവി എന്ന നിലയിൽ അതിവേഗത്തിലുള്ള പ്രശസ്തിയോടുമാണ് ഇദ്ദേഹത്തെ ഉപമിച്ചിരിക്കുന്നത്. Keats popularized the term negative capability following the debate with English politician Charles Wentworth Lake, advocating for the acceptance of the unknown, arguing against the strict pursuit of logic and reason. കീറ്റ്സ് ജനകീയമാക്കിയത് നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന വാക്കായിരുന്നു. നെഗറ്റീവ് കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ നെഗറ്റീവുകളുടെ സാധ്യത. അത് എന്തിനെ തുടർന്നായിരുന്നു? ചാൾസ് വെൻവർത്ത് ഡിലേക്ക് എന്ന ഇംഗ്ലീഷ് രാഷ്ട്രീയക്കാരനുമായിട്ടുള്ള സംവാദത്തെ തുടർന്നായിരുന്നു ഇദ്ദേഹം ഇതിനെ അംഗീകരിച്ചത്. അദ്ദേഹം എന്നും നിലകൊണ്ടത് അറിയപ്പെടാത്തതും തർക്കവിഷയവുമായിട്ടുള്ള സാധ്യതകൾക്ക് വേണ്ടിയായിരുന്നു. അത് എന്തിനെതിരായിരുന്നു? അത് കർശനമായിട്ടുള്ള യാഥാർത്ഥ്യത്തിനും യുക്തിക്കും എതിരായിട്ടായിരുന്നു. Negative capability entails the capacity to confront unanswered questions and exit the realm of mystery, particularly relevant in fiction where not every occurrence necessitates a clear explanation.